Hey guys, I'm Shamir from Internet Marketing Academy. ഏതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻറ്റ് ചാനൽസ് അത് നമുക്ക് സ്വന്തമായി തന്നെ എങ്ങനെ പഠിക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഷോർട്ട് വീഡിയോ ആണിത്. അതായത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ് അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഗൂഗിളിലോട്ടും യൂട്യൂബിലോട്ടൊക്കെയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരുപാട് ജാർഗൺസ് ആണ്. അതായത് SEM, PPC, SEO, SMM, ഗൂഗിൾ ആഡ്സ്, ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട്. നോ ഡൗട്ട് ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതായത് നമ്മൾ എവിടെ തുടങ്ങണം, എന്താണ് ഈ ഡിഫറെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്, അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് എന്താണെന്നും അത് നമുക്ക് സ്വന്തമായി തന്നെ ഫ്രീ ആയി നമുക്ക് എങ്ങനെ പഠിക്കാമെന്നും നമുക്ക് നോക്കാം. The first one is WordPress. അതായത് ഇൻ ദ ബിഗിനിങ് നിങ്ങൾ സ്വന്തമായി തന്നെ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. അതായത് വെബ്സൈറ്റ് വഴി നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ വെബ്സൈറ്റ് ട്രാഫിക് കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ നോളജോ കോഡിംഗ് സ്കില്ലോ ഒന്നും ഇല്ലാതെ തന്നെ വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് എനിക്ക് പേഴ്സണലായിട്ട് നല്ലതെന്ന് തോന്നിയ 2 യൂട്യൂബ് ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ. വൺ ഈസ് വെബ്സൈറ്റ് ലേണേഴ്സ് ആൻഡ് അനദർ വൺ ഈസ് ഡാരൽ വിൽസൺ. അപ്പോൾ നിങ്ങൾക്ക് you can go and watch it and you can start creating your beautiful websites. The second one is Google Ads. അതായത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒരു യൂസർ വന്ന് ഗൂഗിൾ സെർച്ചിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ റൈറ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഡ്വർടൈസ്മെന്റ് അവരെ കാണിക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക് വഴി മില്യൺസ് ഓഫ് ബ്ലോഗ്സ്, യൂട്യൂബ്, മൊബൈൽ ആപ്സ് ഇതുവഴി ഒരു യൂസറുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ ബാനർ ആൻഡ് വീഡിയോ അഡ്വർടൈസ്മെന്റ് അവരെ കാണിക്കാം. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ഗൂഗിൾ ആഡ്സ്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് റിയലി ബിഗ് ഗെയിം. നമുക്ക് ഗൂഗിൾ സ്കിൽ ഷോപ്പ് വഴി ഗൂഗിളിൽ നിന്ന് തന്നെ ഇത് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കുവാനും സർട്ടിഫിക്കറ്റ്സ് നേടുവാനും പറ്റും. ദ തേർഡ് വൺ ഈസ് SEO. നമ്മളെല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിളിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആഡ് ഇൻഡിക്കേഷൻസ് കാണാൻ പറ്റും റിസൾട്ടിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന റിസൾട്ട് ഗൂഗിൾ പെയ്ഡ് ആഡ്സ് വഴി വരുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് വഴി വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ കാണുന്ന റിസൾട്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ കാണുന്ന റിസൾട്ടിൻ്റെ അടുത്ത് ആ ആഡ് ഇൻഡിക്കേഷൻ ഇല്ല. കാരണം അത് ഫ്രീ ആൻഡ് ഓർഗാനിക് റിസൾട്ടാണ്. അതായത് ഒരു യൂസർ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ യൂസറിൻ്റെ ക്വയറിക്ക് അനുസരിച്ച് ഏറ്റവും യൂസ്ഫുൾ ആയ ആൻഡ് റെലവൻ്റ് ആയ റിസൾട്ടാണ് ഗൂഗിൾ ഫ്രണ്ട് പേജിൽ ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇത്രയും മില്യൺസ് ഓഫ് വെബ് പേജിൽ നിന്നും ഗൂഗിൾ എങ്ങനെയാണ് ഫസ്റ്റ് പേജിലേക്കുള്ള ഒരു റാങ്കിങ് കൊടുക്കുന്നത്. ഒരു യൂസർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ ക്വയറിക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഇതാണെന്ന് ഗൂഗിൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള കോണ്ടന്റ്, അതുപോലെ വെബ്സൈറ്റിലെ ലോഡിംഗ് സ്പീഡ്, വെബ്സൈറ്റിലുള്ള ഇമേജ്, ബൗൺസ് റേറ്റ്, ഇങ്ങനെ ഒരുപാട് സിഗ്നൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൂഗിൾ ഒരു വെബ് പേജിന് റാങ്കിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ സെർച്ച് എഞ്ചിൻസിനും അവരുടേതായ ഒരു വെബ് മാസ്റ്റർ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് എ ഫ്രീ കോഴ്സ് ഫ്രം SEMrush Academy. പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. The fourth one is സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അതായത് ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റഗ്രാം വഴി, വാട്സപ്പ് വഴി, ലിങ്ക്ഡിൻ വഴിയൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഫ്രീ ആയി തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റും ചെയ്യാൻ പറ്റും. ഈ പെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ല രീതിയിലുള്ള റിട്ടേൺ വേണമെങ്കിൽ നമ്മൾ നന്നായി സൂക്ഷിച്ച് പഠിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഫേസ്ബുക്ക് ബ്ലൂ പ്രിൻ്റ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുക്കുവാനും പറ്റും. ദ ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കി അവരുടെ വാട്ട്, വൈ, ഹൗ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത് അവരെ അട്രാക്ട് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമറായിട്ടും ആൻഡ് ആഫ്റ്റർ നമ്മുടെ പ്രൊമോട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. Actually, it's really a wonderful way of marketing. You can get a free course and certification from HubSpot Academy. ഇതുപോലെ തന്നെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് അക്കാദമി പ്രൊവൈഡ്സ് എ സ്ട്രക്ചർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. So thanks for watching this video. See you soon.